കറക്ഷൻ ചെയ്യാം. എനിക്ക് ചെയ്യണം. ഗാഡ് ആസ് ഐ എം അണ്ടർസ്റ്റാൻഡിങ് ഹിം. യെസ്, ഇഫ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഹിം, പിന്നെ വേറൊന്നും വേണ്ടി വരില്ല. ഐ എം അണ്ടർസ്റ്റാൻഡിങ് ഹിം, സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇറ്റ്. അതൊരു കണ്ടിന്യൂഷൻ ആണ്. അല്ലാതെ എനിക്ക് മൊത്തം അത് മനസ്സിലാക്കാൻ കഴിയുന്ന സമയത്ത് എനിക്ക് പിന്നെ ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇനിയിപ്പൊ കുറെ പഠിച്ചു വരുന്നുണ്ട്. കുറെ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്, അത്ര തന്നെ. അല്ലാതെ എല്ലാം മനസ്സിലായിരുന്നോ ഇതൊന്നും പറയാനുള്ള ഒരു സ്ഥിതിയല്ല. ദൈവം എന്റെ കാര്യത്തില് ദൈവത്തിനായിട്ട് ഞാൻ കാണുന്നതും എങ്ങനെ എനിക്ക് അയാൾ എന്ത് പണി ചെയ്തെന്നുള്ളതൊക്കെ നോക്കുമ്പോൾ, പണ്ട് എനിക്ക് 12 സ്റ്റെപ്പ് ചെയ്ത ഒരാൾ എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചു. ഞാൻ 12 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എല്ലാവരോടും ആ വാക്ക് തിരിച്ചു ചോദിക്കും. ഈ കള്ളു കുടിച്ചിട്ട് 2 വീലർ ഓട്ടിക്കാറുണ്ടോ ചോദിക്കും. അതെ, ഓട്ടിക്കാറുണ്ടെന്ന്. നീയോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ എന്നെ. ശരിക്കും നീ എന്നെ ഓട്ടിച്ചോന്ന്? അതെ, ഞാൻ എന്നെ ഓട്ടിക്കാതെ. പൊടാ പുല്ല്, ഓടിച്ചത് ദൈവമാണ്. നീ ഹാൻഡിൽ ബാർ മാത്രമാണ് പിടിച്ചോണ്ടിരുന്നത്. ശരിക്കും ആലോചിച്ച് നോക്ക, നീ അടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫുള്ള് അടിച്ച് നീ ആ 2 വീലർ ഓട്ടി വീട്ടിലെത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ഇന്ന് ആലോചിച്ച് നോക്കുമ്പോ ശരിക്കും അത് എത്രയും വലിയ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്കിൽ ഞാൻ അടുത്ത ദിവസം രാവിലെ ചെന്ന് എൻ്റെ വീട്ടിന്റെ സ്ക്രീന് മെല്ലെ അങ്ങോട്ടൊന്ന് മാറ്റി ഡോർ തുറക്കാതെ എൻ്റെ 2 വീലർ അവിടെ നിൽപ്പുണ്ടോ എന്നുള്ളത് നോക്കി കൺഫേം ആക്കിയതിനു ശേഷമാണ് ഞാൻ ആ 2 വീലറിലാ വന്നെന്നുള്ളത് എനിക്ക് കൺഫേം ആവും. അത്രയ്ക്കും കുടിച്ചിട്ടാവും. അപ്പൊ ഞാൻ ആ രീതിയിൽ ആ ബൈക്ക് ഓടിച്ച് ഞാൻ വീട്ടിലെത്തിയത് ഞാനാണോ അല്ല എന്നെ ഓടിച്ചു കൊണ്ടെത്തിച്ചത് ദൈവമാണോ എന്നുള്ള ആ ക്വസ്റ്റ്യൻ ഇന്ന് എനിക്ക് അതിന്റെ ആൻസർ അറിയാം. പണ്ട് വരുന്ന സമയത്ത് എനിക്കും ഗുരുവായൂരപ്പനും ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അയാളുടെ മുഖം നോക്കി ചോദിക്കും, നീ എല്ലാരെയും നന്നായി വെച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ്? നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഇങ്ങനെ ഇരുന്ന അയാളായിട്ട് കുറെ ഫൈറ്റ്. നിനക്ക് ഒരു ഇതില്ല, എന്റെ കണ്ണ് നീ എപ്പോഴാ കണ്ണ് തുറക്ക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദൈവം എന്നും കണ്ണു മൂടിയിട്ടില്ല, ഞാനാ കണ്ണു മൂടിയതെന്നുള്ള ചെറിയ ഒരു ബേസിക് ഇത് കൂടി മനസ്സിലാക്കാതാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ച് നടന്നത്. പിന്നെ ഇത് മനസ്സിലായി, ഈസ് നോട്ട് എ പനിഷിംഗ് ഗാഡ് ആൻഡ് ഈസ് നോട്ട് എ ഫേവറിംഗ് ഗാഡ്. ഗാഡ് നെവർ പനിഷസ് ആർ നെവർ ഫേവേഴ്സ്. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഇവിടെ വന്ന് എത്തിപ്പെട്ടതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. ദൈവം ഏത് സഹായവും ചെയ്യില്ല. അതെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത ആ പ്രവൃത്തിക്കുള്ള അതിന്റെ ഫലം മാത്രം ദൈവം തരുന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് വിചാരിച്ചത് എല്ലാം അയാളോട് പറഞ്ഞാൽ എല്ലാം അയാൾ ചെയ്തു തരും, നമ്മൾ വെറുതെ ഇരുന്ന് ഇത് ചെയ്താൽ മതി എന്ന്. ഇപ്പൊ അങ്ങനെ ഇല്ല. He won't do anything. He will just give the result for what job I have done. അത് മാത്രമേ അയാൾ തരുള്ളൂ. അതും കറക്റ്റായിട്ട് ചെയ്താൽ നല്ല റിസൾട്ടും, തെറ്റായിട്ട് ചെയ്താൽ തെറ്റായിട്ടുള്ള റിസൾട്ടും. ഇതാണ് ദൈവത്തിന്റെ പണി. അപ്പൊ ഞാനല്ലേ എല്ലാം ചെയ്യണമെന്നുള്ളത് എന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങിയ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നീ ട്രൈ ചെയ്ത് നോക്ക്, നീ ചെയ്യുന്ന എല്ലാ കാര്യവും എന്നെ കൊണ്ട് സക്സസ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ചില കാര്യങ്ങൾ വന്നപ്പോ മനസ്സിലായി, അല്ല ഞാനല്ല, ദൈവമാണ് അവിടെ ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നെന്നുള്ളത്. ഡയറക്റ്റ് ഗാഡ് എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇന്നും എനിക്ക് ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ 100% ഇന്നും ഞാൻ ദൈവത്തിന് പോയി തൊഴാനോ അല്ല, കംപ്ലീറ്റ് അക്സെപ്റ്റൻസോടുകൂടി എല്ലാം അയാളാണ് എന്നുള്ള വിശ്വാസത്തിൽ വരാൻ ഇനി കുറച്ചുകൂടി എന്നെ സംബന്ധിച്ച് പെൻഡിങ് ഉണ്ട്. ശരിക്കും ഈ സബ്ജക്റ്റിൽ സംസാരിക്കുമ്പോൾ അതിന്റെ സത്യം തന്നെ പറയണം. അതുകൊണ്ടാ പറയണം, എനിക്ക് ഇന്നും കംപ്ലീറ്റ് ആയിട്ട് ഇത് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു അമ്പലത്തിൽ പോയാൽ എല്ലാം ബ്രദേഴ്സ് എല്ലാരും പോകും. ഒരുത്തനാണെങ്കിൽ അങ്ങനെ ഒരുപാട് നേരം നിന്ന് തൊഴും, അമ്മ തൊഴും, ഭാര്യ തൊഴും. ഞാൻ അങ്ങനെ ഇവരെയൊക്കെ നോക്കി നിൽക്കും. എനിക്ക് ഇനിയും ആ ഒരു എന്താ പറയണ, ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കിട്ടിയിട്ടില്ല. ആദ്യം പോയി നിന്ന ഏത് അമ്പലത്തിൽ നിന്നാലും വരുന്ന ഒരു കാര്യം, എനിക്ക് ഗാഡ് ഗ്രാൻഡ് സെസറി അല്ലെങ്കിൽ ഇറേവ, തമിഴില് ഇറേവ മാറ്റ മുടിയാതെ ഏറ്റുകൊള്ള, അതാ വരുന്നത്. അല്ലാതെ അവിടെ പോയി നിന്ന ഗുരുവായൂരപ്പന അയ്യപ്പനെ ആരെ കണ്ടാലും എനിക്ക് വരുന്നത് നമ്മുടെ പ്രേയറാണ്. ഇത് സംവെയർ ഡൗൺ ദ ലൈൻ ഇറ്റ് ബിക്കം എ പ്രാക്ടീസ്. അതുപോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ചെന്ന് കൈ കൊടുത്ത് ഹലോ സാർ ഐ എം പ്രേംകുമാർ എന്ന് പറയുമ്പോൾ ഐ വിൽ പ്ലാൻ 2-3 ടൈംസ് ടു
not to continue the word that I'm an alcoholic. അത് ഒപ്പം തന്നെ വരാൻ തുടങ്ങിയ കാലങ്ങളുണ്ട്. ഹലോ, ഐ എം പ്രേംകുമാർ, ഐ എം എൻ ആൽക്കഹോളിക് എന്ന് പറയുന്ന വാക്ക് അങ്ങനെ വന്നു പോകും ചിലപ്പോൾ. നല്ല കാലം ബിസിനസ്സിൽ ഞാൻ ഒരു ട്രയൽ എടുത്തിട്ടാ പോയി അവരെടുത്ത് ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന മുമ്പ് ഞാൻ ഇത് ഒരു റിഹേഴ്സൽ എടുത്തിട്ടാ ചെയ്യുക. അത്രയും ദ പ്രോഗ്രാം ഇസ് ആക്ച്വലി ഡോമിനേറ്റിംഗ് മീ. ഒരു കാര്യം എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഗാഡ് ചോസൻ പീപ്പിൾ ആർ ഹിയർ ഇൻ നോ, അതിൽ ഒരു മാറ്റമില്ല. അതിനോ ദൈവം തെരഞ്ഞെടുത്ത ആൾക്കാർ മാത്രമേ എയിൽ വരാൻ പറ്റുള്ളൂ. ഞാൻ ഈ കാര്യത്തില് പിന്നീട് ഞാൻ പഠിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഇവിടെ വന്ന് ദൈവത്തിനെ തെരഞ്ഞെടുക്കുന്നവ മാത്രം ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. അങ്ങനെ കുറെ ആൾക്കാർ എയിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്താ നിൽക്കാൻ പറ്റാതെ പോണ് എന്നുള്ള ആ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ഇല്ലായിരുന്നു. അപ്പൊ I was actually told by my sponsor that God has chosen you, very good. But when are you going to choose God? എന്നുള്ള ആ സെക്കൻഡ് when I chose him, എനിക്ക് യെസ്, ഐ മീൻ ഗാഡായിട്ട് ഞാൻ ഇപ്പൊ ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ പ്രോഗ്രാമാണ്. സോ ഏതെങ്കിലും ഒന്നിനെ, ഈ പ്രോഗ്രാം അല്ല അവരുടെ സ്പോൺസർ, ഹൂവർ ഇറ്റ് ഈസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ചൂസ് സംതിങ് ആസ് യുവർ ഗാഡ് ആൻഡ് ഇറ്റ് വർക്ക്സ്. അതാണ് നമ്മുടെ ബിലീഫ്, അത് നമ്മുടെ ഇതൊക്കെ വിശ്വാസമാണ് നമ്മളെ എല്ലാം നടത്തി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. സോ ആ സെക്കൻഡ് ലൈൻ അതെങ്ങനെ, വെൻ ഗാഡ് ചോസ് മീ, ഐ കെയിം ടു ദ പ്രോഗ്രാം, ആൻഡ് വെൻ ഐ ചോസ് ഗാഡ് ഐ സ്റ്റേഡ് ഇൻ ദ പ്രോഗ്രാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത്. ഇവിടെ വന്ന് എനിക്ക് ഇതാണ്, ഈ പ്രോഗ്രാമാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇതിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഈ പനിഷ്മെന്റ് ദൈവം അങ്ങനെ ഒരുപാട് പോയി തൊഴുന്നതുകൊണ്ട് അല്ല, പണ്ടൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ, ഇതെങ്കിൽ ഒരു സൈഡ് കൂടി പോയാൽ, എക്സ്ട്രാ പൈസ കൊടുത്ത് പോയാൽ, അല്ല പൂജ ഒരു 4-5 പൂജ എക്സ്ട്രാ ആയിട്ട് ചെയ്താൽ നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച കാലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബ്രൈബ് ചെയ്ത് ഈ സഹായം തരുന്ന ഒരാളല്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി. ഈസ് നോട്ട് എ ഫേവറിംഗ് ഗാഡ്, ഈ നെവർ ഡസ് ദോസ് സോർട്ട് ഓഫ് തിങ്സ്. അഗൈൻ ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ പറയും, തപ്പ് സെന്റ് എന്നാ കണ്ണ കുത്തിയിരും സ്വാമി എന്ന് പറയും, അല്ലെങ്കിൽ കണ്ണ് പൊട്ടനാക്കും ദൈവം എന്ന് പറയും. അപ്പൊ പിന്നീട് മനസ്സിലാക്കി അങ്ങനെ തെറ്റ് ചെയ്തവരുടെ ഒക്കെ കണ്ണ് ദൈവം കുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ ഒരുത്തിനും കണ്ണ് കാണില്ല എന്നുള്ള സത്യം മനസ്സിലായി. അപ്പൊ ഈസ് നോട്ട് എ പനിഷിംഗ് ഗാഡ് അഗൈൻ. സോ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഓഫ് ഹിം ഈസ് എ ന്യൂട്രൽ ദിസ് തിങ് നേച്ചർ. അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള ഫലം നമുക്ക് തിരിച്ചു തന്നിട്ട് ഐ കെയിം ഇൻ, ഐ ഡിഡ് വാട്ട് വാസ് ടോൾഡ് ടു മീ, ഐ എം സ്റ്റേയിങ് സോബർ. Okay, I came in, I'm doing certain things what was told, I'm okay, I'm now ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബിക്കം എ നോർമൽ പേഴ്സൺ. നോർമലായി എന്ന് പറഞ്ഞുള്ള ഇത് എന്നുമേ എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് നൗ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബിക്കം നോർമൽ. ഒരു ബാക്കിയുള്ള എല്ലാവരുടെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബ്രദേഴ്സ് ആണ്, ഇതിപ്പോഴാണ് ഫാമിലിയിൽ ഒരു മാരേജ് കഴിഞ്ഞ് കിട്ടിയ. അപ്പൊ അതിൽ എന്നെ ഒരു മെയിൻ ആയിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഐഡിയാസ്, എൻ്റെ ഡെസിഷൻസ് എല്ലാം നന്നായിരിക്കുന്നു അവരെന്നെ പറയും, എൻ്റെ ബ്രദേഴ്സ് ബാക്കിയുള്ളവരും പറയും. സോ ഇതിന് എനിക്ക് ഒരു വാല്യൂ കിട്ടാൻ തുടങ്ങി. ഐ എം നൗ അക്കൗണ്ടബിൾ. സോ ദിസ് അക്കൗണ്ടബിലിറ്റി didn't came from my own brain, that I am very sure. എൻ്റെ ഒരു കപ്പാസിറ്റിയിലും എൻ്റെ ഒരു കാപ്പബിലിറ്റിയിലാണ് ഇതൊക്കെ കിട്ടിയെന്നുള്ള ആ ഒരു വിചാരം എൻ്റെ അടുത്ത് ഇപ്പൊ ഇല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് മീ. സോ വെൻ ഗാഡ് എന്നുള്ളത് ഈ തേർഡ് സ്റ്റെപ്പിലും 5th സ്റ്റെപ്പിലും 6, 7 യുവർ ദെൻ കംസ് യുവർ 11, ഇതിലൊക്കെ നമ്മൾ ഈ ഗാഡ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നമ്മുടെ എയിൽ എഴുതി വെക്കുമ്പോ, അപ്പൊ അത് ഒരു സമയത്ത് ഇന്നും ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ചെന്ന് ഇത് ചെയ്യാത്ത ആളാണ്. പക്ഷെ എൻ്റെ വിരൽ ഞാൻ ഇന്ന് മുകളിൽ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംതിങ് ഈസ് ദയർ ആൻഡ് ഈ വിൽ ഡു. അങ്ങനെ സാർ ഞാനിപ്പോ ഇതിങ്ങനെ ചെയ്യണമില്ലാതെ മേലെ വിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ നിന്ന് ആർഡർ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദിസ് ഈസ് വാട്ട് ആക്ച്വലി നൗ 11ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ആണ് ഈ ടോപ്പിക്കിന് ശരിയായി വരുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേയിങ് ഓൺലി ഫോർ ദ നോളജ് ഓഫ് ഹിസ് വിൽ ആൻഡ് ദ പവർ ടു ക്യാരി ഇറ്റ് ഔട്ട്. അതാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ അയാൾ എന്ത് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കണം എന്നുള്ളത് എനിക്ക് അറിയാനുള്ള ആ ശക്തി, ഇത് മാത്രം എനിക്ക് കിട്ടട്ടെ. പിന്നെ അത് കിട്ടിയതിന് ശേഷം അതിനെ ചെയ്തു തീർക്കാനുള്ള
പവറും കിട്ടട്ടെ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു കാര്യം. എങ്ങനെയെങ്കിലും ഒന്ന് ദൈവമേ നീ എന്താ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കണം, അതിനൊന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. എന്നിട്ട് അതിനെ ചെയ്തു കൂട്ടാനുള്ള ആ സ്ട്രെങ്തും കൂടി എനിക്ക് താ. ഇത് രണ്ടാണ് എനിക്ക് ഇന്ന് വേണ്ടത്. അപ്പൊ നീ ഈ ഒരു കാര്യം വന്ന് സിംപ്ലിഫൈഡ് വെർഷൻ. ഇതൊന്നുമില്ല, ഒരുപാട് അമ്പലത്തിലൊന്നും പോകാത്ത ആളാണ്. ഈ ഗാർഡൻ വന്നതുകൊണ്ട് ഞാൻ ഇതിനെ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ നാച്ചുറായിട്ട് പറയുന്ന ഒരു ഇതാണ്. കോയമ്പത്തൂരിൽ ഒരു വലിയ അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. അതിൽ ഞാൻ മെമ്പറും കൂടിയാണ്. അപ്പൊ അവിടെ പോകുമ്പോ മെമ്പറുകള്, അവിടെയുള്ള ഇതിലുള്ള കമ്മിറ്റിയിലുള്ള അവരൊക്കെ എന്നെ കളിയാക്കും. ഇന്നെന്ത് പിറന്നാളാണോ, അല്ല ഇന്നെന്ത് വെഡിങ് ആനിവേഴ്സറി. അല്ലെങ്കിൽ ഞാൻ പോകുന്ന ദിവസം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം, അന്നത്തെ ദിവസമേ പോവുള്ളൂ. ഇവരിങ്ങനെ കുറെ പ്രാവശ്യം കളിയാക്കിയിട്ടുണ്ട്. ഞാനും ചിരിച്ച് ഇങ്ങനെ ഇതാക്കി വരും. ഒരു ദിവസം ഞാൻ ഇരുന്ന് സംസാരിച്ചു. ഇത് നോക്ക് ചേട്ടന്മാരെ, നിങ്ങളൊക്കെ ദൈവത്തിന്റെ പണി ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണ്, ഞാൻ ദൈവം പറഞ്ഞ പണി ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. അതെയോ, അതെന്താ അങ്ങനെ ഒരു സ്പെഷ്യൽ പണി എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ നമ്മുടെ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിങ്ങനെ ഉണ്ട്, ഞാനിങ്ങനെ ഞങ്ങളുടെ കോയമ്പത്തൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 50-60 മീറ്റിംഗ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് അതിന്റെ ഞാനല്ല എല്ലാം ചെയ്തത്, പക്ഷെ ഞാൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു ചെയ്തിട്ടുണ്ട്. ഒരു 2000+ 12 സ്റ്റെപ്പ് ചെയ്യാനുള്ള വകുപ്പ് ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. ഒരു 2000-ഓളം ആൾക്കാരെ 1-to-1 സിറ്റിംഗ് ഇരുന്ന് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോ ഈ കോയമ്പത്തൂരിൽ ഏകദേശം ഒരു 350-400 മെമ്പറിന്റെ അടുത്തുണ്ട്. ഈ ഇത്രയും വലിയ ഒരു ക്രൗഡ് വരാനുള്ളതിൽ ഞാനും ഒരാളാണ്. ഡെഫിനറ്റ്ലി ഐ എം ഓൾസോ എ പേഴ്സൺ എന്നുള്ളത് അവർക്ക് പറഞ്ഞു ബോധിപ്പിച്ച് ദെൻ അവരെല്ലാവരും എണീറ്റ് നിന്ന് എനിക്ക് ക്ലാപ്പ് ചെയ്തിട്ട് സന്തോഷം പറഞ്ഞു. ഓക്കെ, സോ ഒരു അയ്യപ്പൻ കോയിലുള്ള അതിൽ ഓഫീസ് ബെയറേഴ്സ് എല്ലാം ചേർന്ന് എനിക്ക് ഒരു റെസ്പെക്ട് കൊടുത്ത കാര്യം. പിന്നെ എനിക്ക് ഞാൻ അപ്പൊ തന്നെ എന്റെ ഒരു അപേക്ഷ അവിടെ വെച്ചു. എനിക്ക് എൻട്രൻസിൽ ഞങ്ങളുടെ ഒരു ഫ്ലെക്സ് വെക്കണം, ഒരു ഹെൽപ്പ് ലൈൻ ഫ്ലെക്സ് വെക്കണം എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത് സമ്മതിക്കുന്നുള്ളത്. പക്ഷെ കോയമ്പത്തൂരിലുള്ള സിതാപുര അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എൻട്രൻസിൽ ഞാൻ ഒരു ഹെൽപ്പ് ലൈൻ ബോർഡ് വെക്കാൻ പെർമിഷൻ വാങ്ങിച്ച് അത് വെക്കും ചെയ്തു. ഒരു 4-5 കൊല്ലമായിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കാളുകൾ കിട്ടാറുമുണ്ട്. സോ ദീസ് ആർ ആൾ ദ സ്മാൾ തിങ്സ് വേർ ഐ became useful to God, or God became useful to me. This mutual. എനിക്ക് ശരിക്കും ഇത്രയും ക്ലിയർ ആയിട്ട് അതിൽ ഒരു ഇൻഡെപ്ത് പോയി സംസാരിക്കാനുള്ള അത്രയ്ക്ക് അറിയില്ല. പ്രാക്ടിക്കലായിട്ട് എൻ്റെ ലൈഫിലെ വേറെവർ ഐ കം അക്രോസ് ഗാഡ് അതിനെ ഉള്ളതാണ്. പിന്നെ പ്രേയർ, വെനെവർ ഐ വാസ് ടോൾഡ് പ്രേ, സേ ദിസ് പ്രേയർ വെനെവർ യു ഫീൽ ലൈക്ക് എന്നുള്ളത്. അപ്പൊ അത് ആദ്യം വന്നപ്പോ ഞാൻ ഈ പ്രേയർ പറയുമ്പോ ഗ്രാൻഡ് മീ ടു അക്സെപ്റ്റ് അവർ പറയുമ്പോ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെന്നല്ല, അത് ഇതിനെ മനസ്സിലാക്കി പറയുന്ന ഒരു കാര്യം എന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് മനസ്സിലാക്കിയ, ഇതാണ് പ്രേയർ, അല്ല ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി പറയാൻ തുടങ്ങാൻ ഒരു നല്ലപോലെ ഒരു സമയമായി. അതിനു മുമ്പ് വരെ എല്ലാരും പ്രേയർ പറയും, ഞാനും പറയും. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ ഇന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്റെ പ്രേയേഴ്സിൽ. വെനെവർ ഐ ഹാവ് എ പ്രോബ്ലം ഐ വിൽ പ്രേ, ബിക്കോസ് ഐ ഹാവ് ലിസൺ ടു സോ മെനി മെമ്പേഴ്സ്. ദേ യൂസ് ടു സേ ദിസ്, എനിക്കൊരു പ്രശ്നം വന്നു അപ്പൊ ഞാൻ ഒരു പ്രേയർ ചെയ്തു അപ്പൊ എനിക്കെല്ലാം ശരിയായി. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ് മാജിക് ഹാപ്പൻസ് ടു പീപ്പിൾ. ബട്ട് ഐ ആക്ച്വലി ഡോണ്ട് ബിലീവ് ദാറ്റ്. പ്രേ ആൻഡ് ഡു സംതിങ് വാട്ട് ഹി സേസ്. അധികം ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നല്ലാതെ പ്രേയർ മാത്രം പറയുന്ന ഒരു കാര്യത്തിൽ ശരിയായി കിട്ടുന്നുള്ളതിൽ എനിക്ക് അങ്ങനെ ഇതില്ല. ദിസ് ഇസ് മൈ ആക്ച്വലി ഐ എം നോട്ട് ഫോർ എനി ആർഗ്യുമെന്റ്സ് ആയിട്ട് എവറിത്തിങ്. എന്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയണ. പിന്നെ പ്രേ ചെയ്താലും എന്റെ സ്പോൺസർ പറയും, വെനെവർ യു ആർ ഇൻ സാറോ ആൻഡ് ഇൻ പ്രോബ്ലം, ഇഫ് യു പ്രേ, okay fine, you have the rights to pray, but really ഇത് ആർക്കാണ് ഈ റൈറ്റ്സ് കിട്ടുക? ഈ പ്രോബ്ലം ഉള്ളവർക്കും ഈ ഒരു പ്രേ ചെയ്താൽ ദൈവം സഹായിക്കുന്നുള്ള റൈറ്റ്സ് കിട്ടണമെങ്കിൽ ഒരു സമയത്ത് പ്രേ ചെയ്തവർക്ക് മാത്രമേ, ഇതിന് മാത്രം പ്രേ ചെയ്തവർക്ക് അത് കിട്ടില്ല. വെനെവർ യു ആർ ഇൻ ജോയ്. എന്നാ ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ച് അതിന്റെ താക്കോല് എന്റെ കയ്യിൽ തരുമ്പോ ഗ്രാൻഡ് മീ ദ സെറനിറ്റി എന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ, അന്ന് മാത്രമേ ആ ബൈക്കിന് എന്തെങ്കിലും പ്രശ്നമായാലും ദൈവം വരുള്ളൂ. അപ്പൊ പ്രേയർ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ സന്തോഷകരമായിട്ടുള്ള സമയങ്ങളിൽ ഞാൻ എന്താ പ്രേയർ ചെയ്തിട്ടുണ്ട്? അന്ന് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ
സങ്കടത്തിലുള്ളപ്പോൾ പ്രെയർ ചെയ്താൽ അതിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഫലം കിട്ടുന്നുള്ളത് എൻ്റെ ഒരു സ്ട്രോങ് ബിലീഫാണ്. ബിക്കോസ് God is not only for my sorrows, he is also there in my joy. എല്ലാ കാര്യങ്ങളിലും അയാൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ ഇന്ന് എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ പ്രെയർ പറയണ്ടോ ഇല്ല എനിക്കറിയില്ല. ഞാനൊരു കാർ പുതിയതെടുത്ത് അതിന്റെ താക്കോൽ എൻ്റെ കൈ കൊണ്ടുവന്ന് തരുമ്പോ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഈ പ്രെയർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് ഒരു ദൈവത്തിന്റെ ഇത് രാവിലെ കുളിച്ച് ഇതൊക്കെ ചെയ്തു പോയി ഇതിൽ തൊഴുന്ന ആ ടൈപ്പ് ഒന്നും അല്ല. പക്ഷെ എന്റെ ഇയാളുടെ അടുത്ത് സ്പോൺസറുടെ അടുത്ത് ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എന്താ സാർ ഈ വെറുതെ ചെന്ന് ദൈവത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോ എന്തെങ്കിലും അയാള് തരണ്ടോ നമുക്ക് എന്ന് ചോദിച്ചു. നമ്മൾ ചോദിക്കുന്നു നല്ലത്, അയാൾ എന്തെങ്കിലും തിരിച്ചു പറയണ്ടോ ചോദിച്ചു. അപ്പൊ അയാൾ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, തിരിച്ചു പറയുന്നത് നീ കേൾക്കാൻ നീ അവിടെ നിന്നിട്ടുണ്ടോ ഇതുവരെ എന്ന് ചോദിച്ചു. അപ്പൊ അത് നല്ലോണം ആലോചിച്ച് നോക്കുമ്പോ ഇന്ന് എനിക്ക് നല്ല ആ സത്യം മനസ്സിലാവും. I'll go, I'll pray, I'll say all my demands. ഞാൻ അവിടെ കുറച്ചു നേരം നിന്ന് എല്ലാം എന്റെ ഡിമാൻഡ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം I'll walk off. ആൻഡ് അന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ, ദൈവം അഥവാ നിനക്ക് തീർച്ചയായും പറയണമെന്നുണ്ടെങ്കിൽ നീ അത് കേൾക്കാനുള്ള ക്ഷമ നീ ചെയ്തിട്ട് അവിടെ 2 മിനിറ്റ് കൂടി നിന്നിട്ടുണ്ടോ എന്തെങ്കിലും ഇല്ല. ഇപ്പൊ എനിക്കറിയാം, ഞാൻ അവിടെ ചെന്ന് പ്രേ ചെയ്യുമ്പോ ഈവൻ ദോ ഇഫ് ഐ എം നോട്ട് ആസ്കിങ് എനിത്തിങ്, ഐ വിൽ ജസ്റ്റ് സ്റ്റാൻഡ് ഫോർ 2 minutes and try to listen what he wants to say. He definitely just try this. There is something he wants to say and it will be conveyed by him or through someone. അത് എങ്ങനെ തിരിച്ച് നമുക്ക് കിട്ടും അത് മനസ്സിലാക്കുന്നത്. This is my practical way of understanding him. I never say that I understood him. I am understanding him and that will continue for my lifetime and he will definitely help me further. Thank you dear. Thank you friends. Thank you Prem Kumar ji. Thank you so much. അതൊരു ഷെയറിങ് തന്നതിന്. അടുത്ത ഉണ്ണി കുലിക്കല്ലൂർ.